നിയമക്കുരുക്കുകളിലും ഉദ്യോഗസ്ഥ ചുവപ്പ് നാടയിലും പെട്ടു വലയുന്ന പാവപ്പെട്ടവർക്ക് ആശ്വാസവുമായി കത്തോലിക്ക വൈദികൻ. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഹൈക്കോടതിക്ക് സമീപം DNP ലീഗൽ പനാസിയ എന്ന സൗജന്യ നിയമസഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അനുമതികൾ, ബിൽഡിംഗ് പെർമിറ്റുകൾ, ലൈസൻസുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ വൈകുന്നവർക്ക് ആവശ്യമായ നിയമസഹായം ഇവിടെ നിന്ന് പൂർണ്ണമായി സൗജന്യമായി ലഭിക്കും. സാധാരണക്കാർക്ക് കൃത്യമായ നിയമോപദേശം നൽകുന്നതിനൊപ്പം കേസുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ മിടുക്കരായ അഭിഭാഷകരെ കണ്ടെത്തി നൽകുക കൂടിയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് ശാന്തിഭവൻ CEO ഫാദർ ജോയ് കൂത്തൂർ അറിയിച്ചു. ഹൈക്കോടതിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ എറണാകുളം ഭാഗത്ത് നമ്മൾ ഈ DNP ലീഗൽ പനാസിയ സെറ്റ് ചെയ്യുമ്പോൾ ഇനി ഇവിടെയുള്ള തിരക്ക് പിടിച്ചോടുന്ന അഡ്വക്കേറ്റ്സും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കേൾക്കാൻ ഇടവരുമെന്നുള്ളതിൽ സംശയമില്ല. പല ചെറിയ ഇടപെടലുകളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. വാർത്തയായിട്ടും ചിരിയായിട്ടും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തും. ഷോർട്ട് ടൈം കെയർ മാത്രമാണ് ലോകത്ത് പാലിയേറ്റീവ് കെയറിനുള്ളതെങ്കിൽ ആൻഡ്രൂസ് പിതാവിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി ആരംഭിച്ച ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സർവീസസ് ഇന്ന് ലോങ് ടൈം പാലിയേറ്റീവ് സർവീസസിന് ലോകത്ത് ഗ്ലോബൽ മോഡലായി ശാന്തിഭവനെ പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ആ വ്യത്യാസം തിരിച്ചറിയുന്നത്. ശാന്തിഭവന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഹൈക്കോടതിക്ക് സമീപം ഇത്തരമൊരു സൗജന്യ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ നിയമവ്യവസ്ഥകൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഇത്തരം കേന്ദ്രങ്ങൾ വലിയ താങ്ങാകുമെന്ന് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച തൃശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സമൂഹത്തില് പ്രത്യേകിച്ചും കൂടുതൽ ബുദ്ധിമുട്ടുന്നവർ, വേദനിക്കുന്നവർക്ക് സപ്പോർട്ടാകാൻ ഇങ്ങനെയുള്ള സിസ്റ്റം. ഇന്ന് മക്കളൊന്നും നാട്ടിലില്ലാത്തൊരവസ്ഥയാണ്. വൃദ്ധനായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ആരും നോക്കാനില്ലാത്ത രീതിയിൽ വന്നിരിക്കുന്നു. ഏറ്റവും വലിയ ദരിദ്രരാരാ? ഇതാണ് ചോദ്യം. എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരവസ്ഥയിൽ ഒരാൾ എത്തിച്ചേർന്നാൽ ആ ആളാണ് ഏറ്റവും വലിയ ദരിദ്രൻ. ഈ ലീഗൽ റെമഡിയുടെ ചിന്ത തന്നെ വളരെ ഐഡിയലാണ്, അത് വളരെ സഹായകമാണ്. ചടങ്ങിൽ കൽദായ സുറിയാനി സഭയിലെ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. സത്യവും നീതിയും ഒക്കെ തിരസ്കരിക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ഈ സത്യവും നീതിയും മനുഷ്യമഹത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായ ഒരു ദൗത്യമായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് DP ലീഗൽ പനാസിയ. ന്യായവും നീതിയും കവിഞ്ഞൊഴുകണം. പക്ഷെ അത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ അത്യന്തം പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യം പലപ്പോഴും മറച്ചു വയ്ക്കപ്പെടുകയും അധികാരവും സ്വാധീനവും സാമ്പത്തിക ശക്തിയും നീതിയുടെ വഴികളെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നിയമം ഒരു തൊഴിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു തൊഴിൽ മാത്രമല്ല, അതിനപ്പുറത്ത് മനുഷ്യ സേവനത്തിൻ്റെ മഹത്തായ ഒരു ശുശ്രൂഷ കൂടെയാണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ P. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റ നിയമമേ ഉള്ളൂ. അത് ഇന്ന് നമ്മുടെ സുപ്രീം കോടതിൻ്റെ എംബ്ലത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, യഥോ ധർമ്മ തഥോ വിജയ. കാരണം ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് വിജയം. ഇത് തന്നെയാണ് പാശ്ചാത്യത്തിലും. നമ്മൾ ധർമ്മബോധത്തോടെ ജീവിക്കുക, ധർമ്മത്തിനെതിരായി ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുക. ഇതിൽ എന്ത് സഹായം, ഏത് തരത്തിലും എൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, വക്കീൽ എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ, അതല്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്ന എന്ത് സഹായവും ഞാൻ ഉറപ്പു തരികയാണ്. സഭാപ്രതിനിധികളും നിയമരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു.